കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന തമ്പുരുമോളെ കുറിച്ചുള്ള കഥകളൊക്കെ തമ്പുരുമോളുടെ അച്ഛനായ രഘു ഉണ്ണിമോളോടും അയ്യപ്പസ്വാമിയോടും ഭാവരോടും ഒക്കെ പറയുന്നു. പിന്നീട് തമ്പുരുമോളെ രക്ഷിക്കാനായിട്ട് ഉണ്ണിമോളെ നിയോഗിക്കുകയാണ് അയ്യപ്പസ്വാമി. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു അനുപമ രാജീവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഞെട്ടലാണ് ഉണ്ടായത് അനുപമയ്ക്ക്. കാരണം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തന്നോട് കള്ളത്തരം പറഞ്ഞ് രാജീവേട്ടൻ ഇന്ന് വരെ ഒരിടത്തും പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ജയൻ രാജീവിനെ കുറിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ നമ്പർ രാജീവിന് ഉപയോഗിച്ചിരിക്കുന്ന സിം പുറത്തെങ്ങും അല്ല, ഇന്ത്യക്കുള്ളിൽ തന്നെയാണ്, ഗൾഫിലൊന്നും അല്ലാന്ന് അറിയാൻ കഴിഞ്ഞ. ഇത് രഹസ്യമായിട്ട് നടത്തിയ ഒരു അന്വേഷണമായിരുന്നു. പിന്നീട് അനുപമയോട് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അനുപമയ്ക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല. കടം കയറി ഇവിടെ നിന്ന് ഓടിപ്പോയതാണ്. പക്ഷെ രാജീവേട്ടൻ ഏതോ ഒരു ഊരാക്കുടിക്ക് പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ അത് എന്താ എങ്ങനെയാണെന്നും അറിയത്തില്ല. ഇത്രയും ദിവസമായിട്ട് വിളിക്കാതിരിക്കുന്നതല്ല, പക്ഷെ തങ്ങളോട് കള്ളം പറഞ്ഞു പോകേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ എന്താണെന്നൊന്നും കൃത്യമായിട്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു. പിന്നീട് ജയൻ പറഞ്ഞു, നീ സമാധാനപ്പെട്, നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. ഇനിയിപ്പൊ നീ ഇവിടെ ഇരുന്ന് കരഞ്ഞു നിലവിളിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അനുപമയ്ക്ക് സങ്കടം. എപ്പോഴും അഖിൽമോന് ഫോൺ എടുത്ത് വെച്ചിട്ട് അച്ഛൻ വിളിക്കുന്ന നോക്കിയിരിക്കുകയാണ്. അവനോട് ഞാൻ എന്തും മറുപടി പറയും. അവനെ പോലും മറന്നുപോയല്ലോ രാജീവേട്ടൻ, ഒരു കോളെങ്കിലും ഒന്ന് വിളിക്കാലോ ഒന്നർത്ഥമാക്കിയായിരുന്നു. പിന്നീട് അനുപമ പോയി കിടന്ന് പൊട്ടിക്കരഞ്ഞുണ്ട്. സർവ്വദേമികളെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. അവസാനം അയ്യപ്പസ്വാമിനെ വിളിച്ചു വരെ അപേക്ഷിക്കുന്നുണ്ട്. എന്റെ അയ്യപ്പസ്വാമി, ഒരു ആപത്തും കൂടാതെ എന്റെ രാജീവേട്ടൻ തിരിച്ചു വരണേന്ന് പറഞ്ഞിട്ടാ പ്രാർത്ഥിക്കുന്നത്. ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ പ്രായച്ചിത്തം ചെയ്ത അതുപോലത്തെ തെറ്റുകളൊക്കെയാണല്ലോ ഉണ്ണിമോളോട് ചെയ്തേ. അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ സ്വന്തം രാജീവേട്ടന് ഒരു ആപത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് അനുപമ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും. താൻ എത്ര വലിയ തെറ്റാ ഉണ്ണിമോളോടൊക്കെ ചെയ്തേ. ഒരുപക്ഷെ അതിനുള്ള ശിക്ഷയായിരിക്കും ഇപ്പം അയ്യപ്പസ്വാമി തനിക്ക് നൽകിയിരിക്കുന്നത് എന്ന് വരെ അനുപമ ചിന്തിച്ചിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഉണ്ണിമോള് ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഉണ്ണിമോളുടെ ഉള്ളിലാണെങ്കിൽ തമ്പുരുമോളെ കുറിച്ചുള്ള ചിന്തകൾ വന്നു. തമ്പുരുമോളും ഗിരിദേവനും വാവരൊക്കെ കൂട്ടായെങ്കിൽ പോലും എന്തുകൊണ്ടാണ് തമ്പുരുമോൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടെ. പിന്നീട് തമ്പുരുവിന്റെ അച്ഛനായ രഘു എന്ന് പറയുന്നുണ്ട്. അവൾ 10 വയസ്സ് വരെ നന്നായിട്ട് സംസാരിച്ച് പാട്ടൊക്കെ പാടിയിരുന്ന അവളുടെ അമ്മ നന്നായിട്ട് പാട്ട് പാടും. അതുപോലെ തന്നെ അവളും പാടിയിരുന്ന, എന്ത് നല്ല ഈണത്തിലായിരുന്നു പാടിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസമാണ് അവൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അയ്യപ്പസ്വാമി പറഞ്ഞു, പേടിക്കണ്ട, അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതെന്തോ ഒരു കൊച്ചുകുട്ടി പറയുന്നതായിട്ടാണ് രഘുവിന് തോന്നിയത്. കാരണം ക്ഷേത്രത്തിൽ ഇത്രയും നാളായി ഇവിടെ വന്നിട്ട് ഇന്ന് വരെ അങ്ങനെ ഒരു ശബ്ദം തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു ചെറിയ വാക്ക് പോലും അവള് ഉച്ചരിക്കുന്നില്ല. അങ്ങനെ ഭജന വിരിക്കാൻ വന്നാണ്. 11 ദിവസം ഭജന വിരിക്കണം ദേവീ ക്ഷേത്രത്തില്. 11 ദിവസം ഭജന വിരിക്കുവാണെങ്കിൽ അത് നല്ലതാണ്. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് ഉണ്ണിമോള് വന്നിട്ട് പറഞ്ഞു, അല്ല ഗിരിദേവ, 11 ദിവസം ഭജന വിരിക്കണ്ടേ അവള്, 11 ദിവസം ഭജന വിരിക്കുമെന്ന് ചോദിക്കണം. ഗിരിദേവൻ പറഞ്ഞു, അതെന്തായിരുന്നാല് തമ്പുരുമോൾ ഇരിക്കുമെന്ന് പറയണം. ഇല്ല, അവൾ 11 ദിവസം ഇരിക്കില്ല, അവൾ ഇന്ന് തന്നെ പോകുന്ന പറയണെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗിരിദേവൻ പറഞ്ഞു, ഇല്ല അങ്ങനെ പോകത്തില്ല. ഗിരിദേവൻ അറിയാലോ അവിടെ ഭജന വരുന്നാല് കാര്യമുള്ളൂ. അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടണമെങ്കിൽ, അവളെ പിന്തുടർന്ന് വന്ന ആ ശക്തി അവളിൽ നിന്ന് വിട്ടകലാണെങ്കിൽ ആ 11 ദിവസം അവള് അവിടെ ഭജന വിരിക്കണം. അവളുടെ പുറകെ ഒരു ശക്തിയുണ്ട്. അവളുടെ ശബ്ദം നഷ്ടപ്പെടുത്തിയ ഒരു ശക്തി അവളുടെ പുറകെ കൂടിയിട്ടുണ്ട്. അപ്പൊ ക്ഷേത്രത്തിൽ നിന്നൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല. വീട് അല്ലെങ്കിൽ ക്ഷേത്രം, ഈ 2 സ്ഥലം. അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തമ്പുരുമോൾക്ക് ആപത്ത് സംഭവിക്കും. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, എങ്ങനെയാ നമ്മളെ രക്ഷിക്കുന്ന തമ്പുരുമോളെ, എങ്ങനെയാലും രക്ഷിച്ചേ പറ്റുള്ളൂ ഗിരിദേവ എന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു, പേടിക്കണ്ട, 11 ദിവസം അവളോട് ഭജന വിരിക്കട്ടെ. 11 ദിവസം ഭജന ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് പറയാം. പക്ഷെ എന്തോ ഉണ്ണിമോൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ണിമോളുടെ അച്ഛനോടും ഈ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തൊരു വൃദ്ധം വന്നിട്ട് അവളെ ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കുക, എങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് വിളിക്കുക. അവളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് തമ്പുരുമോളെ. പക്ഷെ വേറെ ആർക്കും കാണാൻ പറ്റില്ല, അവൾക്ക് മാത്രമേ കാണാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ആ കാഴ്ച കണ്ടും അവൾ ഓടുവാണ്, ക്ഷേത്രത്തിനകത്തുനിന്ന് ഇറങ്ങി ഓടുവാണ്. പക്ഷെ അയ്യപ്പസ്വാമി കണ്ടു. അയ്യപ്പസ്വാമിക്കും മനസ്സിലായി ആരാ വന്നേന്നൊക്കെ ഉള്ളത്. പെട്ടെന്ന് അയ്യപ്പസ്വാമി എന്ത് ചെയ്യുവാണ്, നേരെ തമ്പുരുമോളുടെ പുറകെ പോവാണ് തമ്പുരുമോളെ രക്ഷിക്കാനായിട്ട്. തമ്പുരുമോളെ രക്ഷിച്ച് വീണ്ടും ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. 11 ദിവസം ഭജന വിരിക്കണം. ആ ഭജനം മുടക്കാൻ പാടില്ല. അപ്പൊ ആ ഭജന മുടക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ വന്ന് വിളിച്ചത് തമ്പുരുമോളെ, ആ ദുഷ്ടശക്തി ഒന്ന് പുറത്തേക്ക് വിളിച്ചത്. ആ സമയത്ത്
അയ്യപ്പസ്വാമി വിളിച്ച് വീണ്ടും അവിടെ കൊണ്ട് ഇരുത്തുന്നുണ്ട്. പിന്നീട് ഉണ്ണിമോളോട് അയ്യപ്പസ്വാമി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. തമ്പുരുമോളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ഉണ്ണിമോൾ അയ്യപ്പസ്വാമി പറഞ്ഞ പോലെയൊക്കെ അനുസരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോ ഉണ്ണിമോളും ഗിരിദേവനും ബാബുലും എല്ലാരും കൂടെ ചേർന്നിട്ട് ആ രഹസ്യങ്ങളെ ചുരുളഴിക്കാൻ പോവാ. ഇനി തമ്പുരുമോളെ ശബ്ദം വീണ്ടും കിട്ടാനുള്ള തമ്പുരുമോൾക്ക് എന്തുകൊണ്ടാണ് ശബ്ദം നഷ്ടപ്പെട്ടും ആ കഥകളൊക്കെ ഇനി ഉണ്ണിമോളോടും ബാവരോടും ഒക്കെ അയ്യപ്പസ്വാമി പറയാൻ പോവാ. ആ വലിയ മനയിലേക്ക് രഹസ്യങ്ങളുടെ നിലവറകൾ ആ രഹസ്യങ്ങളുടെ ആ ഒരു കൂടാരത്തിലേക്ക് ഉണ്ണിമോളെയും കൂട്ടിക്കൊണ്ട് ഇനി അയ്യപ്പസ്വാമി പോകുന്നുണ്ട്. ആ ഒരു മനയിലേക്ക് അവിടെ വെച്ചിട്ടാണ് തമ്പുരുമോൾക്ക് ശബ്ദം നഷ്ടപ്പെട്ടത്. അപ്പോൾ ആ ശബ്ദം വീണ്ടും എടുക്കാനായിട്ട് ഉണ്ണിമോളെ നിയോഗിച്ച് അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഉണ്ണിമോളുടെ സ്വപ്നത്തിലാണല്ലോ അന്നപൂർണേശ്വരി ദേവി വന്നതൊക്കെ. പിന്നീട് ആ വലിയ നിധിയൊക്കെ കിട്ടുന്നുണ്ട്. ആ നിധിയൊക്കെ നേരെ അയ്യപ്പസ്വാമിക്ക് സമ്മാനിക്കുന്നുണ്ട്. കുറെ ആടയാഭരണങ്ങളൊക്കെ സ്വപ്നത്തിൽ ദർശനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ണിമോൾക്ക് അന്നപൂർണേശ്വരി ദേവി. അപ്പൊ ആ സ്വപ്നത്തില് ഉണ്ണിമോൾ കണ്ടിട്ടുണ്ടായിരുന്നു അയ്യപ്പസ്വാമി ഇങ്ങനെ കുറെ ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ രഹസ്യങ്ങളുടെ ചുരുളറിയുന്നതോട് കൂടിയിട്ട് ഉണ്ണിമോൾക്ക് ആ വലിയ നിധിയൊക്കെ കിട്ടും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.